തൃശൂരിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഞാൻ ഉള്ളത്. മൂന്ന് മുന്നണികളും വിജയ സാധ്യത പറയുന്ന മണ്ഡലമാണ്. ഇവിടെ സി രവീന്ദ്രനാഥാണ് LDF സ്ഥാനാർത്ഥി. നമുക്ക് മാഷിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇനി 8 ദിവസം കൂടി മാത്രമേ ഉള്ളൂ പ്രചരണത്തിന്. എത്രമാത്രമുണ്ട് ആത്മവിശ്വാസം? പൂർണ്ണമായ ആത്മവിശ്വാസം. നല്ല ഭൂരിപക്ഷത്തിൽ, പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വിജയിക്കും. ഇതിപ്പോ മാഷ് മറ്റ് 2 തവണ മത്സരിക്കുമ്പോഴും ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അത് കൊടകരയായാലും പുതുക്കാടായാലും ഒക്കെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും മണലൂരിൽ ഒരു സുസ്ഥിര വികസന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നവമണലൂർ എന്ന ആശയം, നവകേരളം എന്ന ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ആശയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നവമണലൂർ, അതിൻ്റെ മെത്തഡോളജിയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അതായത് കാർഷിക മേഖല, ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയെ ഏറ്റവും ആധുനിക രീതിയിൽ, ജനകീയ രീതിയിൽ വികസിപ്പിച്ചെടുത്ത് ഒരു മാതൃക കാർഷിക മണ്ഡലമാക്കി മാറ്റുക. അങ്ങനെ എല്ലാം, വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പദ്ധതി നടന്നൊരു മണ്ഡലമാണ്. മുരളിയേട്ടൻ കൂടെയുണ്ട് നമ്മുടെ ഈ മണ്ഡലം. അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ആധുനിക വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യത്തിൽ, അങ്ങനെ ഏറ്റവും ആധുനികമായി എല്ലാ മേഖലകളെയും മാറ്റിയെടുത്ത് പശ്ചാത്തല സൗകര്യത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്ന് തന്നെയാണ് മറ്റേ മണലൂർ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ വികസന പ്രവർത്തനം നവകേരള സങ്കല്പത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ സുസ്ഥിര വികസന പദ്ധതി അതിൻ്റെ രീതിശാസ്ത്രമാണ്, എങ്ങനെ ഇത് വളർത്തിയെടുക്കും. ഒരുപാട് പേരെ മണലൂരിലേക്ക് സാധ്യതാ പട്ടികയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതും. അതിനിടയിൽ ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നത് എത്രമാത്രം ശ്രമകരമായിരുന്നു? ഒട്ടും ശ്രമകരമല്ല, വളരെ എളുപ്പമാണ്. കാരണം 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച ആശയമാണ് നവകേരളം. അപ്പോൾ ആ നവകേരള സങ്കല്പം മണലൂരിലേക്ക് ഒന്ന് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടില്ലല്ലോ, കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നവകേരള സങ്കല്പം അങ്ങനെ തന്നെ സുസ്ഥിര വികസനം പുതുക്കാട് നടത്തിയിരുന്നത് ഉൾപ്പെടുത്തിക്കൊണ്ട് നവകേരളം, നവമണലൂർ എന്നുള്ള ആശയമുണ്ട്. അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള പ്ലാനിങ് എന്നുള്ളത് വളരെ ഈസിയാണ് കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന ആർക്കും. കാരണം നവകേരള സങ്കല്പം എന്നുള്ളത് ഒരു പക്ഷേ അതിശയോക്തിയാണെന്ന് തോന്നിയേക്കാം. ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വികസന സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മോഡലാണ് വികസനമാണ് മണലൂരിൽ ചർച്ച. തീർച്ചയായും, സംശയം എന്താ? മണലൂരിനെ ഒരു മാതൃകാ വികസിത മണ്ഡലമാക്കുന്നത്, മണലൂർക്കാരൻ എന്ന രീതിയിൽ ഏറ്റവും ആധുനിക വികസന മണ്ഡലത്തിലെ പൗരനാണെന്നുള്ള എനിക്ക് അഭിമാനിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മണലൂരിനെ എത്തിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ മാറി എന്ന് കരുതുന്നുണ്ടോ? പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അതൊന്നുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജനതയാണ്. ഇപ്പോൾ കേരളത്തെ ഒരുപാട് കേന്ദ്ര സർക്കാർ അവഗണിച്ചിരിക്കുക. ബഡ്ജറ്റിൽ പോലും കേരളത്തിന് അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ചില ആശയങ്ങളാണ്. പിന്നെ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും ഞാൻ വിശദീകരിക്കുന്നില്ല, അത് സമാനതകളില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല, അത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള അടുപ്പം സ്വാഭാവികമായിട്ട് ഈ ഘടകങ്ങളെ വെച്ചുകൊണ്ട് വർദ്ധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന, അതിനോട് ഒരു 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 പ്രതിഷേധം. UDF എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തെ ഇങ്ങനെ കേന്ദ്രം അവഗണിച്ചപ്പോൾ അനങ്ങാതി മിണ്ടാതി ഇരുന്നതിനോടുള്ള പ്രതിഷേധം. ഇത് വാസ്തവത്തിൽ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കറക്ഷനാണ്. ഞാനങ്ങനെ കരുതുന്ന ഒരാളാണ്, ഡെമോക്രാറ്റിക് കറക്ഷൻ. അപ്പോൾ ഈ തെറ്റുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അനന്ത സാധ്യത ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ചെയ്തു വെച്ചുമ്പോൾ ഇത് വെച്ചിട്ടുള്ള ആ ഡെമോക്രാറ്റിക് കറക്ഷൻ പ്രോസസ്സിൽ UDFനെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ ശക്തമായി ജനങ്ങൾ എതിർക്കും. അതാണ് പൊളിറ്റിക്സ്. പ്രബുദ്ധ കേരളം എന്നുള്ളതിന് പൊളിറ്റിക്സ് അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യം പൊളിറ്റിക്കലായിട്ട് അനുകൂലമാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം മറ്റു പലയിടത്തും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമ്പോഴും മണലൂരിൽ മറ്റൊരു സാഹചര്യമായിരുന്നു. അത് അനുകൂലമാകുമെന്ന് കരുതുന്നുണ്ടോ? മണലൂർ ഇപ്പോഴും അനുകൂലമാണല്ലോ. ഇപ്പോൾ 6 പഞ്ചായത്ത് മറ്റേ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ പിന്നെ വോട്ട് ഷെയർ വെച്ച് നോക്കുമ്പോഴും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നത്. അതായത് മണ്ഡലം സ്റ്റിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. ചരിത്രം അത് തന്നെയാണ്. മുരളിയേട്ടൻ ജയിച്ചപ്പോൾ തൊട്ട് തന്നെ ഭൂരിപക്ഷത്തിൽ അങ്ങനെ കയറി വരിക. അത് ഇപ്പോഴും അത് തന്നെ.
പക്ഷേ UDF സ്ഥാനാർത്ഥി വെച്ചുവെച്ചിരിക്കുകയാണ് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ പ്രവചിക്കുന്നു ഉണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞു, അത് ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കും, അതിൽ ഒരു സംശയവുമില്ല. എന്താണ് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കണമെങ്കിൽ ആഗ്രഹിക്കാമല്ലോ, അത്ര തന്നെയാണ്. അത് ആഗ്രഹം മാത്രമാണ്. മത്സരമുണ്ട്. ഏത് ജനാധിപത്യ പ്രക്രിയയും ആ ഗൗരവത്തിലെടുക്കണം. എല്ലാം എളുപ്പമാണ് എന്ന രീതിയിൽ എടുക്കില്ല. വളരെ ഗൗരവമായിട്ടുള്ള തന്നെയാണ് ഇടതുപക്ഷം ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ബഹുമാനത്തോടുകൂടി എല്ലാ ജനപ്രതിനിധി സ്ഥാനാർത്ഥികളെയും കാണും. അവരെ ആ അർത്ഥത്തിൽ തന്നെ കണ്ട്. പക്ഷേ ഈ തൈര് കടയുമ്പോൾ വെണ്ണ ഉയർന്നു വരില്ല. അതുപോലെ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇവിടെ നടന്ന് വരുമ്പോൾ അവസാനം എത്തുമ്പോഴേക്കും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വെണ്ണ ഉയർന്നു വരുന്ന പോലെ വരും. UDFന്റെ മണ്ഡലമാണിത്. UDFന്റെ പ്രഗത്ഭരായ ആളുകൾ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണിത് എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. UDF നമുക്ക് മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ UDFനൊപ്പം നിന്ന ഒരു സാഹചര്യവും ഉണ്ട്, പിടിച്ചെടുക്കും വരെയൊക്കെ. അപ്പോൾ അതൊക്കെ പണ്ട് തന്നെയായിരുന്നു. അല്ല, അതായത് പുതുക്കാട് തന്നെയായിരുന്നു, കൊടകര മണ്ഡലം തന്നെയായിരുന്നില്ലേ. കൊടകര മണ്ഡലത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി മണ്ഡലങ്ങൾ മാറലാണ് കേരള രാഷ്ട്രീയം. പുതുക്കാട് ഓർമ്മയുണ്ടോ? പുതുക്കാട് പോലെ തന്നെ ഞാൻ മത്സരിക്കുന്നവരെ അവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടേ ഇല്ല. ഇപ്പം ഇടതുപക്ഷത്തിന് തോൽവിയില്ല അവിടെ. ആ രീതിയിലേക്ക് മാറും. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നേരിട്ട് അനുഭവിക്കാൻ അവസരമുണ്ടായാൽ എനിക്ക് ഉറപ്പുണ്ട് ആരും ഇടതുപക്ഷത്ത് ചേർന്ന് നിൽക്കും. ഒരു തർക്കമില്ല. അത് തന്നെയാണ് ഇപ്പോൾ മുരുകേട്ടൻ്റെ കൂടെ നിൽക്കുന്നു, 10 വർഷമായിട്ട് നിൽക്കുന്നു. ഇവിടെ ആ ഇടതുപക്ഷ സംസ്കാരം, ഇടതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും വളർത്തുക ഇടതുപക്ഷ സംസ്കാരത്തെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പോലെയല്ല. ഇടതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ സംസ്കാരം വളർത്തും. ഇടതുപക്ഷ സംസ്കാരം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വളർത്തും. ഇങ്ങനെ പരസ്പര പൂരകമായിട്ടുള്ള ഒരു കൂട്ടിക്കുഴുപ്പാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും അതിനെ തുടർന്നുള്ള പരിപാടി നടക്കുക. അതുകൊണ്ട് ഇടതുപക്ഷം അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ആ പ്രോസസ്സിൽ, ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇടതുപക്ഷം വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവരുടെ മനസ്സിനെ മാറ്റിയെടുത്ത് ആണ് ഈ ഇതിൽ കൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, സാംസ്കാരികമായ മാറ്റം ഉണ്ടാകുന്നത്. 57-ലെ ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ സംഭാവന ചെയ്ത മണ്ഡലമാണ് മണലൂർ. അവിടെ 2016-ൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആൾ ജനവിധി തേടിയെത്തുകയാണ്. ആ കാലം 2016-ലെ പ്രവർത്തന കാലം, അന്നത്തെ പ്രവർത്തനങ്ങൾ, അത് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ടോ മണലൂർ? തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കാസർഗോഡ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ സഖാവിൻ്റെ ആ എല്ലാ അനുഭവത്തോടുകൂടി കസേരയിൽ ചെന്നിരിക്കുമ്പോൾ ആദ്യം ഓർത്തത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി മാഷ കസേരയിൽ ഇരിക്കുന്നു. ഇന്ന് ജോസഫ് മുണ്ടശ്ശേരി മാഷ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഇതൊരു പരമഭാഗ്യമായിട്ട് നമ്മൾ കാണും. വലിയ അഡ്വാൻറ്റേജാണ്, ഒരു സംശയമില്ല. അന്ന് 16-ൽ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ആശയം തന്നെ ഏറ്റെടുക്കാനുള്ള കാരണം മുണ്ടശ്ശേരി മാഷ ഓർക്കുക. കാരണം ആ ബില്ലാണ് അദ്ദേഹം ആദ്യം അവതരിപ്പിച്ചത്. ആ മുണ്ടശ്ശേരി മാഷ് ആദ്യത്തെ ബില്ലിനെ തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2016-ൽ വന്നത്. അതിൻ്റെ ആവേശം എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ളത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുണ്ടശ്ശേരി മാഷ മണ്ഡലത്തിൽ വിദ്യാഭ്യാസത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു മാതൃക വിദ്യാഭ്യാസത്തിൽ മണലൂരിൽ വരും, ഒരു സംശയവും വേണ്ട. 2016 മുതൽ 21 വരെ, അതിനുശേഷമുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ, ആ കാലഘട്ടത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 21 മുതൽ 26 മുതൽ. തീർച്ചയായിട്ടും ഇത് ഒരു വ്യക്തിയല്ല മന്ത്രി, ഒരിക്കലുമല്ല. ഞങ്ങൾ അങ്ങനെ കാണുന്നവരല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനമാണ് മന്ത്രിയായിട്ടിരിക്കുക. അത് ഞാനിരിക്കുന്നു, എൻ്റെ പ്രിയ സുഹൃത്ത് ശിവൻകുട്ടി ഇരിക്കുന്നു എന്നുള്ളത്. ആ വ്യക്തികൾ മാറിയെന്നേ ഉള്ളൂ. ഒരു ആശയവും മാറുന്നില്ല, ഒരു മെത്തഡോളജി മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ഒരേപോലെ തുടർച്ചയാണ്, അനുസ്യൂതമായ തുടർച്ച എന്ന് പറയില്ലേ, അതാണ്. അവിടെ വ്യക്തികൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ആശയം ഇടതുപക്ഷത്തിൻ്റെ ആശയമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല, മെച്ചപ്പെട്ടിട്ടില്ല. ഈ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി വിട്ടുവീഴ്ചകൾ ഉണ്ടായി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അത് വിലയിരുത്തപ്പെടുക, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം. അത് വളരെ വ്യക്തമാക്കിയതല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം വ്യക്തമാക്കി.
അതിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്നോട്ട് പോന്ന് അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പില്ലെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും എഡ്യൂക്കേഷൻ പോളിസി NEP എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ കാലത്തോട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെ. കാരണം അതെല്ലാം ഒരു രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ നയങ്ങളാണ്. പിറകോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസം ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് അതിനൊരിക്കലും കീഴടങ്ങില്ല, അതൊരിക്കലും കേരളത്തിൽ നടപ്പാക്കില്ല, സംശയം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇടയിൽ ഉണ്ടായിട്ടുള്ള ആശയവിനിമയങ്ങൾ, പ്രശ്നങ്ങൾ, ജനാധിപത്യ പ്രക്രിയയിൽ അതുണ്ടാവില്ലേ? ജനാധിപത്യ പ്രക്രിയയിൽ പ്ലസും മൈനസും ഒക്കെ ഉണ്ടാവും. എവിടെയൊക്കെ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഏത് ജനാധിപത്യ പ്രക്രിയയിലാണ് ചില നെഗറ്റീവ് പോയിന്റ്സ് ഇല്ലാതെ വരിക? അത് മനസ്സിലാക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായിട്ട് അതിനെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് എടുക്കുക എന്നുള്ളതാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ കറക്ഷനും പൊളിറ്റിക്കൽ ക്ലാരിറ്റിയാണ് ഉള്ളത്. അങ്ങനെ അതിന് കാണേണ്ടതുള്ളൂ. വിജയ തുടർച്ചയാണ് സംസ്ഥാന സർക്കാരിനും ഉണ്ടാവുകയാണ്. സംസ്ഥാന സർക്കാർ നിശ്ചയമായിട്ടും വിജയ തുടർച്ച. മണലൂരിൽ മുരളിയേട്ടൻ്റെ അവസ്ഥയിൽ നിന്നും അതേപോലെ തന്നെ ഉള്ള തുടർച്ച. ഓക്കെ, ശ്രീ മുരളി പെരുന്നല്ലി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മത്സരിച്ച സമയത്തൊക്കെ വിജയിച്ചിട്ടുള്ള ആളാണ്. മണലൂരിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ എങ്ങനെ ഇപ്പോൾ കാണും? മണലൂർ നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് കുത്തക മണ്ഡലം എന്ന് പറഞ്ഞു. ആ കുത്തക മണ്ഡലം തകർത്തതിന് ശേഷം ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിച്ച് ഈ 21-ലും അത് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തേക്ക് അപ്പുറത്തേക്ക് രവീന്ദ്രൻ മാഷും ഈ തിരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നുള്ളത് വളരെ ഉറപ്പുള്ളതാണ്. പത്തര മാറ്റുള്ള വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടക്കുമ്പോൾ അതോടൊപ്പം നിന്നുകൊണ്ട് തന്നെ മണലൂർ മണ്ഡലവും UDFൻ്റെയും LDFൻ്റെയും വികസന കാര്യങ്ങളുടെ പ്രത്യേകത കാണാൻ നിങ്ങൾ നിൽക്കുന്ന ഈ മണ്ണ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഇത് നെഹ്റുവിൻ്റെ പേരിലൊരു പാർക്കാണ് അല്ലേ? കോൺഗ്രസ്സുകാരുടെ ആരാധനായ നേതാവും പ്രധാനമന്ത്രിയാണുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റുവിൻ്റെ പേരിലുള്ള ഈ പാർക്ക് അതിൻ്റെ വികസനത്തിന് വേണ്ടി 10 പൈസ ചിലവഴിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു 2011 മുതലുള്ള 16 ഉള്ള കാലഘട്ടം. അതിനിടയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് നിരവധി ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു പാർക്കായിട്ട് ഈ പാർക്ക് മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികസന രംഗത്ത് 2 ഗവൺമെൻറ്റിൻ്റെയും വ്യത്യാസം നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് ഓരോ രംഗത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് 139 മണ്ഡലത്തിലും 5 കോടിയുടെ ഓരോ ഹൈസ്കൂളുകളാണ് കിട്ടിയതെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ, മണലൂർ മണ്ഡലത്തിൽ 2 ഹൈസ്കൂളുകൾക്ക് ആ മഹാഭാഗ്യം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രൻ മാഷ്, ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, അവർക്ക് നല്ല ഇടപെടലിൻ്റെ ഭാഗമായി തന്നെയാണ് മുണ്ടശ്ശേരി മാഷയുടെ പേരിലുള്ള ഹൈസ്കൂളിനും 5 കോടി രൂപ കിട്ടിയതും അത് ചിലവഴിച്ച് ഉദ്ഘാടനങ്ങളും കഴിഞ്ഞു. അപ്പോൾ വികസന രംഗത്തും ക്ഷേമരംഗത്തും ഒക്കെ വലിയ മാറ്റമുണ്ട്. കാർഷിക രംഗത്തും വലിയ മാറ്റമുണ്ട്. എല്ലാ രംഗത്തും മണലൂർ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ രവീന്ദ്രൻ മാഷ് അതിനൊരു നിമിത്തം ആയിട്ടുണ്ടെന്ന്. ഓൾ ദ ബെസ്റ്റ്, എല്ലാ ആശംസകളും. ഓക്കെ, അപ്പോൾ തികച്ചും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയുള്ളത്. മണലൂരിൻ്റെ സുസ്ഥിര വികസനത്തിന് പദ്ധതി മുന്നോട്ട് വെച്ചാണ് ജനങ്ങളുടെ വോട്ട് തേടുന്നത്. അത് ജനങ്ങൾ വിലയിരുത്തും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. മണലൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം MG രേണുക, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.